ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് വിഷുവിൻ്റെ തലേദിവസം നടന്ന പരിപാടികൾ എന്താണെന്ന് നോക്കാം. ആക്ച്വലി എനിക്ക് പിറ്റേ ദിവസം അമ്പലത്തിൽ പോകണമെന്ന്. സോ നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യണം, അയൺ ചെയ്യണം, അങ്ങനെ പല പല പരിപാടികളുണ്ടായി. അപ്പം നമ്മളുടെ സാരി ഇതാണ് ബ്ലൗസ്. ഞാനിപ്പോൾ കുറച്ചധികം നേരം എടുത്തിട്ടാണ് ഇതൊക്കെ ഡ്രേപ്പ് ചെയ്തത്. കാരണം നല്ല പണിയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ട്. കാരണം ഇതൊരുമാതിരി പറന്നിരിക്കണ ഒരു സാരിയാണ്. അപ്പം ഇത് അടിച്ചുകൂട്ടി ശരിയാക്കാൻ വേണ്ടി നല്ല ടൈം എടുക്കും. അങ്ങനെ നമ്മൾ കുറച്ചധികം പണികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടിയപ്പോഴാണ് നമ്മൾ ചെയ്യണം. അപ്പം നമ്മൾ ബ്ലൗസ് അയൺ ചെയ്ത് നമ്മൾ ഇനി സാരിയാണ് അയൺ ചെയ്യാൻ പോണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാരി അയൺ ചെയ്തിട്ട് നമ്മൾ ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യണം. അപ്പം ഇത്രയും പ്ലീറ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഉടുത്തോക്കി, പിന്നെ നടക്കുന്ന പ്ലീറ്റൊക്കെ നടക്കുന്ന സാധനം ആ സാധനം തന്നെ അതൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ട്രയൽ ഉടുത്ത് നോക്കി. അപ്പോൾ സെറ്റാണ്. ഓക്കെ, അപ്പോൾ സാരിയൊക്കെ ഏകദേശം സെറ്റായി. നമുക്ക് ഇനി വേണ്ടത് കമ്മൽ, വള, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. നമുക്കപ്പോൾ നോക്കാം. ഇതാണ് എൻ്റെ നമ്മുടെ വളപ്പെട്ടി. അതിൽ കുറേ കുപ്പികളുണ്ട്. റെഡ് ഉണ്ട്, ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ, പിന്നെ ഗോൾഡൻ സാധനങ്ങൾ. യെല്ലോ അല്ല, ഗ്രീൻ, പിന്നെ ഗോൾഡൻ വളകൾ അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്നാൽ പച്ച വെച്ച് നമുക്ക് കമ്പൈൻ ചെയ്യുന്നത് നല്ല രസമുണ്ടായി. പക്ഷേ അത് ഞാൻ പിന്നെ എടുത്ത് നോക്കിയപ്പോൾ വലിയ രസമൊന്നും ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്നാൽ ഈ ഗോൾഡൻ മാത്രം സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കമ്മൽ ഞാൻ ചൂസ് ചെയ്തത് 4 കമ്മലാണ്. എടുത്തു വന്നപ്പോഴേക്കും 4 ഇത് നോക്കിയപ്പോൾ രസമുണ്ട്, കൊള്ളാം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച്. പിന്നെ രണ്ടാമതൊരു ഈ സാരി കളർ വരുന്നത് അതും കൊള്ളാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ച്. പിന്നെ നോക്കിയപ്പോൾ ഒരു ജുംക്ക സിമ്പിൾ, പിന്നെ ഈ സംഭവം ഇതും എടുത്തു വെച്ച്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓരോന്ന് എണ്ണിപ്പെറുക്കി നോക്കി വന്നപ്പോൾ ഓക്കെ കുഴപ്പമില്ല. പക്ഷെ ലാസ്റ്റ് പീസ് ആണ് ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. കാരണം നമ്മൾ അന്ന് തന്നെയാണ് വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്ത് ആകെ ചത്തിരുന്നത്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞാൻ വിചാരിച്ചത് മൈലാഞ്ചി ഇടാം. സോ നമ്മൾ കയ്യിൽ എനിക്കിപ്പോൾ മൈലാഞ്ചിയിൽ ഭയങ്കര ക്രേസ് ആയിട്ടുണ്ട്. സോ നമ്മൾ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റായി, അതൊക്കെ ഉണങ്ങി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ് എൻ്റെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.